നമ്മൾ ബംഗാളിനെക്കുറിച്ച് കേൾക്കുമ്പോൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് ബംഗാളി ഭദ്രാലോകം. അവിടുത്തെ ഏറ്റവും മാന്യന്മാരായിട്ടുള്ള അതേസമയം നിശബ്ദമായിട്ടുള്ള ഒരു വിഭാഗം ആൾക്കാരാണ്. അവിടുത്തെ ചിന്താലോകം എന്ന് പറയുന്നത് അത് തന്നെയാണ്. പ്രത്യേകിച്ചും ഉപരിവർഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. കായസ്ഥ, അതുപോലെ ബ്രാഹ്മിൺസ്, ഈ കാറ്റഗറിയിലൊക്കെ പെട്ടവരാണ്. 1947 മുതൽ ബംഗാൾ ഭരിച്ച മുഖ്യമന്ത്രിമാർ മുഴുവൻ ഈ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. അതേ സമയമാണ് നമ്മൾ കാണുന്നത് നമ്മുടെ ഈ കടകളിൽ വന്നിട്ട് പാത്രം മോറാനും അതുപോലെ തന്നെ കൂലിപ്പണി ചെയ്യാനും വരുന്ന ബംഗാളികളെന്നറിയപ്പെടുന്ന താഴെത്തട്ടിലുള്ള, അവിടെ തൊഴിലില്ലാത്തതുകൊണ്ട് ഇവിടെ വരേണ്ടി വരുന്ന പാവപ്പെട്ട ആൾക്കാർ, ഈ വെയിലത്തും നിന്ന് ഈ ഉച്ചച്ചൂടിലും നിന്ന് അൾട്രാ വയലറ്റ് റേസ് എടുത്തുകൊണ്ട് പണി ചെയ്ത് പലപ്പോഴും സൂര്യാതപം ഏറ്റുകൊണ്ടിരിക്കുന്ന ബംഗാളികൾ. അങ്ങനെ വലിയൊരു മാർജിൻ, അമ്പരപ്പിക്കുന്ന ഒരു അന്തരമുള്ള ഒരു സംസ്ഥാനമാണ് അവിടെ. അവിടുത്തെ ഈ ഭദ്രാലോകം എന്ന് പറയുന്ന വിഭാഗം ആൾക്കാർ ഇപ്പോൾ ഏത് പക്ഷത്താണ് നിൽക്കുന്നത്? രണ്ട് പക്ഷമേ ഉള്ളൂ ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ. ഒന്ന് മമതാ പക്ഷം, രണ്ട് നരേന്ദ്രമോദി പക്ഷം. അല്ലേ? അവരാണ് അവിടുത്തെ നിശബ്ദ വോട്ടർമാർ എന്ന് അവിടുത്തെ നിരീക്ഷകന്മാരും മാധ്യമ ലോകവും പറയുന്നത്. നിശബ്ദ വോട്ടർമാർ, അവരാണ് വിധി നിർണ്ണയിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത്. അവിടെ ഇടതുപക്ഷത്തെ അധികാരത്തിൽ കൊണ്ടുവന്നതും നിലനിർത്തിയതും, അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കി മമതയെ കൊണ്ടുവന്നതും എല്ലാം ഈ ഭദ്രാലോകിൻ്റെ ആ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ നിശബ്ദ വോട്ടർമാരുടെ വോട്ട ആയിരുന്നു എന്നുള്ളത്. അവരിങ്ങനെ കാര്യങ്ങൾ നിരീക്ഷിക്കുകയും ഏതാണ് ജനങ്ങൾക്കും സംസ്ഥാനത്തിനും മെച്ചപ്പെട്ടത് എന്ന് ചിന്തിച്ച് വോട്ട് ചെയ്യുന്ന ആളുകൾ, ചിന്തിച്ച് വോട്ട് ചെയ്യുന്ന ആളുകളാണ് അവരെക്കുറിച്ച് പറയുന്നത്. വിലക്കെടുക്കാൻ പറ്റാത്ത ബുദ്ധിജീവികളെന്നൊന്നും പറയാറില്ല, പക്ഷേ ആ ഒരു ഗണത്തിൽപ്പെട്ട ആളുകളാണ്. അത് നമ്മുടെ ഇവിടുത്തെ പോലത്തെ ബുദ്ധിജീവികൾ എന്ന് പറഞ്ഞിങ്ങനെ ഐസൊലേറ്റ് ചെയ്ത് നിൽക്കുന്ന ആളുകളുമല്ല. അത് സാഹിത്യത്തിലും സംസ്കാരത്തിലും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ നിൽക്കുന്ന ആളുകളാണ്. ഉദാഹരണത്തിന് രവീന്ദ്രനാഥ് ടാഗോർ, സത്യജിത് റേ ഒക്കെ ആ കാറ്റഗറി വരുന്ന ആളുകളാണ്. അങ്ങനെ അവരൊക്കെ ഈ അവിടുത്തെ ഒരു സാമൂഹിക നവോത്ഥാന പ്രസ്ഥാനങ്ങളിലൊക്കെ വളരെ സജീവമായി പങ്കുവഹിച്ച ഒരു വിഭാഗം കൂടിയാണ്. അപ്പോൾ അവരുടെ ഒരു പ്രത്യേകത ഇവിടത്തെ പോലെയല്ല. അവർ പരമാവധി നോക്കും. ഇടതുപക്ഷം 33 വർഷം നോക്കി, അത് കഴിഞ്ഞ് ഇപ്പം തൃണമൂലിനെ 15 കൊല്ലം പരീക്ഷിച്ചു. ഇനിയിപ്പോൾ എന്ത് വേണം എന്നുള്ള ഒരു അന്തരാള ഘട്ടത്തിൽ നിൽക്കുകയാണ്. ഇപ്പം ഈ ഒരു 3-4% വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് പ്രവചനങ്ങളൊക്കെ നിൽക്കുന്നത് അവിടുത്തെ തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്ന റിസൾട്ടിൽ, തൃണമൂലും BJPയും തമ്മിൽ. ഈ 3-4% ഈ ഏതാണ്ടൊരു 18% വരുന്നു എന്ന് മാധ്യമങ്ങൾ പറയുന്ന ഈ ഭദ്രാലോക് എവിടെ നിൽക്കും എന്നുള്ളത് വളരെ നിർണായകമാണ്. ആ വോട്ടിൻ്റെ ശതമാനം അതാണ് ഇപ്പം ആളുകളെല്ലാം ഉറ്റുനോക്കുന്നത്. പക്ഷെ അതിൽ പല മാധ്യമങ്ങളും പറയുന്നത് ഇപ്പോൾ 77 സീറ്റിൽ നിന്ന് 148 സീറ്റുകൾ വരെ പലരും പ്രവചിച്ചിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞത് ഇപ്പം വന്നിരിക്കുന്ന സർവേ റിപ്പോർട്ടുകളിൽ വന്നിരിക്കുന്നത് 120 സീറ്റ്, 110-120 സീറ്റാണ്. അപ്പം 100 സീറ്റ് കവിയും എന്നുള്ളത് എല്ലാ സർവേകളിലും പ്രവചനം വന്നു കഴിഞ്ഞു. അപ്പോൾ ഒരു കാറ്റ് മാറി വീശുന്നു. അതായത് ആൻറ്റി ഇൻകംബൻസി, നമ്മുടെ ഭരണവിരുദ്ധ വികാരം ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഒരു കേന്ദ്ര സർക്കാരിൻ്റെ മോദി അമിത്ഷാ പ്രഭാവം. ഈ രണ്ട് ഭാഗങ്ങളും അത് അവിടുത്തെ ഈ ഭദ്രാലോകിന് തീരെ ദഹിക്കാത്ത ഒന്നായിരുന്നു ഈ മോദി അമിത്ഷാ. കാരണം അതൊരു എന്താ വർഗീയത എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ അത് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ബുദ്ധിജീവികൾക്ക് അതിനോട് യോജിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവർ അതിൽ നിന്ന് താഴോട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നിന്നിരുന്നു. പക്ഷെ ആ ഒരു മനോഭാവത്തിൽ ഒരു വലിയ മാറ്റം ഈ അടുത്ത കാലത്ത് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ ഭദ്രാലോകിൽപ്പെട്ട ധാരാളം ആളുകൾ മമതാ സർക്കാരിനെതിരെ, BJP സർക്കാരിന് അനുകൂലമായിട്ടല്ലെങ്കിൽ, അങ്ങനെ മോദിക്കും അമിത്ഷായ്ക്കും ആ അഭിപ്രായം മാറ്റിയിട്ടില്ലെങ്കിൽ പോലും ബംഗാളിന് ഇപ്പോൾ ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ അല്ലെങ്കിൽ ഈ ഭരണം മാറേണ്ടത്, ഈ മമതയുടെ ഭരണം മാറേണ്ടത് ആവശ്യമാണെന്നൊരു വിചാരം വന്നിട്ടുണ്ട്. BJP വരണോ വേണ്ടയോ എന്നുള്ളത് സെക്കൻഡ് തിങ്. പക്ഷെ അവിടെ വേറെ ഓപ്ഷൻ ഇല്ല. ഇടതുപക്ഷ സഖ്യം എന്ന് പറഞ്ഞാൽ അവർ മാക്സിമം മാധ്യമങ്ങൾ പ്രവചിച്ചിരിക്കുന്നത് ഒരു 3-4% വോട്ടാണ് പറഞ്ഞിരിക്കുന്നത്, കിട്ടുന്ന വോട്ട്. അപ്പോൾ വേറെ ചോയ്സ് ഇല്ല. അപ്പോൾ അങ്ങനെ ഇതിലേത് വേണം എന്നുള്ളതിൽ തീരുമാനം ആരെടുക്കുന്നു എന്നുള്ളതിനെ
ആശ്രയിച്ചിരിക്കുന്നു അവിടുത്തെ ഇലക്ഷൻ എന്ന് പറയുന്നത്. ഉം. അവിടെ ഈ 4 പ്രധാന മണ്ഡലങ്ങളാണ് അവർ എല്ലാവരും ഉറ്റുനോക്കുന്നത്. കീ കണ്ടസ്റ്റ് ഒരു കോൺസ്റ്റിറ്റ്യുവൻസീസ് എന്ന് പറയാവുന്ന ഭവാനിപ്പൂർ, നന്ദിഗ്രാം. ഭവാനിപ്പൂർ നമുക്കറിയാം, മമതാ ബാനർജിയും സുവേന്ദുവും മത്സരിക്കുന്നുണ്ട്. നന്ദിഗ്രാമിൽ സുവേന്ദു പ്രധാന പിന്നെ നടന്ന സ്ഥലമാണ്. അതുപോലെ വടക്കൻ ബംഗാളിലെ ദിൻഹദ, അതുപോലെ റായ്ഗഞ്ചിലാണ് ഇന്ത്യ സഖ്യത്തിന് ഒരു ഇതുള്ളത്. ഈ അടുത്ത കാലത്ത് കോൺഗ്രസ് രാഹുൽ ഗാന്ധി വന്ന റാലിയൊക്കെ നടത്തിയ സ്ഥലമാണ്. അത് കോൺഗ്രസ് ഇടത് സഖ്യത്തിന്റെ പ്രദേശങ്ങളിലൊന്നാണ്. അതുപോലെ തന്നെ അധീർ രഞ്ജൻ ചൗധരി ഇവിടെ കോൺഗ്രസിന് വേണ്ടി ശക്തമായിട്ട് മമതയെ എതിർക്കുന്നു. മമതയെ. അതെ. പക്ഷേ അവിടെയും ഉള്ളൊരു പ്രശ്നം, ആ ഏരിയയിലും വടക്കൻ ജില്ലകളിലും ഉള്ളൊരു പ്രശ്നം ഈ നമ്മുടെ മുസ്ലിം വോട്ടുകളുടെ വിഭജനം വന്നിരിക്കുന്നു. നേരത്തെ എൻ ബ്ലോക്കായിട്ട് മമതയ്ക്ക് പോയിക്കൊണ്ടിരുന്ന വോട്ടിൽ ഈ തെരഞ്ഞെടുപ്പിലെ പുതിയ ഏർപ്പാടുകളിൽ സഖ്യത്തിൽ വരുമ്പോൾ വലിയൊരു വിള്ളൽ വന്നിരിക്കുന്നു. ഈ പിന്നെ MIM-ൻ്റെയും പിന്നെ AJUP എന്ന് പറയാം, ഹുമയൂൺ കബീറിൻ്റെ AJUP, അവർ 182 സീറ്റുകൾ ഇത്തവണ മത്സരിക്കുകയാണ് ഒരു സഖ്യമായിട്ട്. രണ്ടും മുസ്ലിം ബേസ്ഡ് ആണ്. അത് വലിയൊരു അപകടം കൂടെ ഉണ്ട്. തൃണമൂലിനെ പല മണ്ഡലങ്ങളിലും പരാജയപ്പെടുത്താൻ അവർക്ക് കഴിയും. കാരണം ഈ ന്യൂനപക്ഷ വോട്ടുകൾ കൊണ്ടാണ് എപ്പോഴും തൃണമൂൽ ജയിക്കാറ്. ഇതിൽ പെട്ട ഒരു സ്ഥലമാണ് ഈ അധിരഞ്ജൻ ചൗധരിയുടെ സ്വാധീന മേഖല മുർഷിദാബാദ്. അപ്പോൾ അവിടെ അതെങ്ങനെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു ധാരണയും. കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പൂർണ്ണ ആത്മവിശ്വാസമാണ് പ്രകടിപ്പിച്ചത്. കാരണം മമതാ ബാനർജി നടത്തുന്ന വർഗീയത, അഴിമതി, ഇതിലെല്ലാം ജനങ്ങൾ മനസ്സുമെടുത്തിരിക്കുന്നു. അവിടെ മാൽഡയിലെ 12 സീറ്റുകളിൽ, മാൽഡ ഡിസ്ട്രിക്റ്റിലെ 12 സീറ്റുകളിൽ 8ഉം മുർഷിദാബാദിലെ 22 സീറ്റുകളിൽ 20 സീറ്റുകളും കഴിഞ്ഞ തവണ മമതയ്ക്കായിരുന്നു. അവിടെയാണ് ഈ പ്രാവശ്യം അത്രയും കിട്ടാനുള്ള സാധ്യത കുറയും. അവിടെയാണ് ഈ SIR-ൻ്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ നടന്നത്. ഈ അടുത്ത കാലത്ത് നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടതും വായിച്ചതും ഒക്കെയാണ്. 7 ജുഡീഷ്യൽ ഓഫീസർമാരെ ഒരു ജനക്കൂട്ടം തടഞ്ഞു വയ്ക്കുകയും മർദ്ദിക്കുകയൊക്കെ ചെയ്തു എന്നുള്ള SIR ഇതിന് വന്ന ആളുകളെ. അപ്പോൾ അവിടെ ആ SIR വളരെ ശക്തമായിട്ട് നടന്നൊരു പ്രദേശമാണത്. തീർച്ചയായിട്ടും വലിയ പ്രതിഷേധം നടന്നൊരു സ്ഥലമാണ്. പിന്നെ ഈ പിന്നെ അസറുദ്ദീൻ OWICയുടെ ഒരു പ്രചരണം വളരെ ശക്തമാണ്. മുസ്ലിങ്ങളുടെ വോട്ട് മമത മേടിക്കുകയാണെങ്കിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ ഒരു പ്രചരണം ആണ് അവർ നടത്തുന്നത്. ഇത് രണ്ടും ഈ ധ്രുവീകരണം, മുസ്ലിം വോട്ടുകളുടെ ഒരു ധ്രുവീകരണം ഏത് തരത്തിൽ ബാധിക്കും എന്നുള്ള ഒരു ഇതാണ്. പക്ഷേ ഇതിനെ പ്രതിരോധിക്കാനായിട്ട് ബി ജെ പി ചെയ്തിരിക്കുന്ന മറുഭാഗത്താണ് ഒരു ഹിന്ദു ഏകീകരണം, ഹിന്ദു ക്രിസ്ത്യൻ വോട്ടുകളുടെ ഒരു ഏകീകരണം. ക്രിസ്ത്യൻ വോട്ട് വളരെ കുറവാണ്, എന്നാൽ പോലും ആ വോട്ടുകളെയും കൂടി സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഏകീകരണത്തിനുള്ള നടത്തുന്നുണ്ട്. അതുപോലെ BJP അടിസ്ഥാനപരമായിട്ട് മുൻപ് എന്ന് പറയുന്നത് അത്ര വളരെ ഏറ്റവും അടിത്തട്ടിൽ ഒരു കേഡർ നിലവാരത്തിലുള്ളൊരു സംഘടനാ സംവിധാനം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞൊരു 6-7 വർഷമായിട്ട്, പ്രത്യേകിച്ച് കഴിഞ്ഞൊരു 5 വർഷമായിട്ട് വളരെ ശക്തമായ രീതിയിൽ അവിടെ ആ പ്രവർത്തനം നടത്തുന്നുണ്ട്. ഏതാണ്ട് 72,000 ബൂത്തുകളാണ്, 77,000 ബൂത്തുകളാണ് അവിടെയുള്ളത്. ആ ബൂത്ത് തലത്തിൽ ഒരു പകുതി സ്ഥലത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ BJPക്ക് ഒരു സംഘടനാ സംവിധാനം എന്ന് പറയുന്നത്. ഇപ്പോൾ അത് വളരെയധികം ശക്തമായിട്ട് വന്നിട്ടുണ്ട്. അതേസമയത്ത് TMCക്ക് ഈ ബൂത്തുകളെല്ലാം വളരെ സജീവമായ ഒരു പ്രവർത്തനം ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ്. പക്ഷെ അത് ഈ SIR വരികയും ഈ ഒരു അങ്കലാപ്പ് ഉണ്ടാവുകയും ചെയ്ത സാഹചര്യത്തിൽ അത് ചിന്ന ഭിന്നമായിട്ട് അത്ര ഒരു കോൺഫിഡൻസിലല്ല പോകുന്നത്. മറുഭാഗത്ത് ഈ BJP അതിൻ്റെ സംഘപരിവാർ സംഘടനാ സംവിധാനങ്ങളിൽ കൂടി ആ അടിത്തറ ഇപ്പം കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മളിത് അവസാനിപ്പിക്കുമ്പോൾ BJP മുകളിലോട്ട് കയറുന്നു, തൃണമൂൽ കോൺഗ്രസ് താഴോട്ടിറങ്ങുന്നു എന്നുള്ളൊരു ചിത്രമാണ് ഇപ്പോൾ ബംഗാളിൽ. അതിൽ ഒരു ഘടകം ഈ സ്ത്രീകളുടെ ഞാൻ നേരത്തെ പറഞ്ഞ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നില്ല എന്ന് മാത്രമല്ല, സ്ത്രീകൾക്കെതിരായിട്ടുള്ള അക്രമം അതിഭയങ്കരമായിട്ട് വർദ്ധിച്ചു വരുന്നു. RG കൗർ, മെഡിക്കൽ കോളേജിൻ്റെ ഇഷ്യൂ അടക്കമുള്ള ഒരുപാട് കാലത്തെ ഇഷ്യൂസ് വന്നിട്ടുണ്ട്.
ഇതൊക്കെ മറച്ചു പിടിക്കാനാണ് ബലാത്സംഗം. അതുപോലെ ഷാജഹാൻ ഖാൻ എന്ന് പറഞ്ഞ ഒരാൾ തൃണമൂൽ കോൺഗ്രസ് നേതാവ് അതെ ഒരു ഗ്രാമം മുഴുവൻ അടിച്ചുറക്കി അവിടെയുള്ള വിവാഹിതകരായിട്ടുള്ള സ്ത്രീകളെ മുഴുവൻ അവരെ മുഴുവൻ തൻ്റെ അടിമകളാക്കി വെച്ചിട്ട് അവിടെ ലൈംഗികമായിട്ട് അവരെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. നമ്മുടെ ഗവർണറൊക്കെ വിസിറ്റ് ചെയ്ത സ്ഥലമാണ് സന്ദേശ് ഖാലി എന്ന് പറയുന്നത്. അവിടെ പോലും അവർ തൃണമൂൽ കോൺഗ്രസ് അതിന് ഒരു നടപടി എടുത്തില്ല. കേന്ദ്രവും കോടതി ഇടപെടേണ്ടി വന്നു. അപ്പോൾ മാത്രമാണ് നടപടി ഉണ്ടായത്. അങ്ങനെ ഉള്ള ഈ സാമൂഹ്യ വിരുദ്ധരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ എത്ര നിസ്സാരനാണ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ, അല്ലേ? അല്ല, അതൊക്കെ ഇപ്പം BJP നന്നായിട്ട് അത് പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ആ ഒരു ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് SIR-നെ അത് വലിയ തലത്തിൽ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടാതിരിക്കാനാണ് SIR-നെതിരായിട്ടുള്ള പ്രതിരോധം ഇവർ ഏറ്റവും താഴെ തട്ട് മുതൽ സുപ്രീം കോടതി വരെ കൊണ്ടുപോയി അതിൽ കോൺസെൻട്രേറ്റ്. അവിടെ ഈ ബംഗാളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ SIR ആണ് എന്ന് ജനങ്ങളെ ഓറിയന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഫൈറ്റ് നടത്തുന്നത്. പരാജയപ്പെടുമെന്ന് ഉറപ്പുള്ളൊരു ഒരു ഒരു യുദ്ധമായിരുന്നു അത്. എല്ലാവർക്കും അറിയാമായിരുന്നു. കാരണം SIR തടയാൻ ആർക്കും ഭരണഘടനാപരമായിട്ടുള്ള ചുമതലയാണ്. ഓരോ തെരഞ്ഞെടുപ്പിന് മുമ്പും ഇത്ര വർഷത്തിനുള്ളിൽ SIR നടത്തണം എന്നുള്ളത് ഭരണഘടനാപരമായ ഒരു ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ ചുമതലയിൽപ്പെട്ടതാണ്. തീർച്ചയായും അതാരും തടയില്ല, സുപ്രീം കോടതി തടയില്ല. ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്നത് ഭരണഘടന അനുസരിച്ചാണ് ഇത് ചെയ്യുന്നത്. അത് മനസ്സിലാക്കാതെ അറിഞ്ഞുകൊണ്ട് തന്നെ ഇത് ചെയ്യുന്നതിനുള്ളൊരു കാരണം ഈ ഭരണവിരുദ്ധ വികാരവും അക്രമവും അഴിമതിയും, അവിടെ നടക്കുന്ന അക്രമവും അഴിമതിയും ഒരു ചർച്ചാ വിഷയമാകാതിരിക്കാൻ, ഇതൊരു സജീവ മറച്ചു വയ്ക്കാൻ വേണ്ടി ഇതിനെ ഹൈലൈറ്റ് ചെയ്തു. അതിനകത്താണ് ഈ പിന്നെ SIR-ന് പോയ ഉദ്യോഗസ്ഥർ ബോധം കെട്ടു വീണു, മരിച്ചുപോയി. ചുരുക്കി പറഞ്ഞാൽ ബലാത്സംഗത്തിൽ നിന്നും അഴിമതിയിൽ നിന്നും ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് SIR എടുത്തിട്ട് ഭരണവിരുദ്ധ വികാരം അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചർച്ചയാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നാടകമാണ് മമതാ ബാനർജി അവരുടെ ഹിസ്ട്രിയോണിക്സിലൂടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നല്ല അഭിനേതാവാണ്, ഒന്നാം തരം ഓസ്കാർ അവാർഡ് കിട്ടേണ്ട അഭിനേതാവാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അടുത്ത ദിവസം ഒരു വീഡിയോ വന്നായിരുന്നു, ഒരു അത് ഫേക്ക് ആണെന്ന് പറഞ്ഞിട്ട് ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നുണ്ട്. ഒരു റാലി ഇങ്ങനെ നടന്നിങ്ങനെ പോകുന്നതിനിടയിൽ ഒരാൾ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് വരുന്നു. ഇവരുടെ സെക്യൂരിറ്റി ഒരു ലേഡി അവർ പോയി ഇയാളെ തൂക്കിയെടുത്ത് അപ്പുറത്തിടുന്നു. ഇവരിങ്ങനെ നെഞ്ചിൽ കൈ വെച്ചിട്ട് ഇങ്ങനെ ഞാൻ എന്തോ വലിയ രക്ഷപ്പെട്ടു എന്നുള്ള മട്ടിൽ അതിൻ്റെ താഴെ പറയുന്നുണ്ട് അടുത്ത അഭിനയം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് അവർ തന്നെ ചെയ്യുന്നു എന്നാണ് പ്രചരണം നടത്തുന്നത്. കാരണം തീർച്ചയായിട്ടും അവസാന നിമിഷങ്ങളിൽ ഈ തരത്തിലൊരു വൈകാരിക പ്രക്ഷോഭം, ഒരു ക്ഷോഭം ആളുകളുടെ ഇടയിൽ ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇനി അത് അത്രത്തോളം അങ്ങനെ ഫലിക്കാൻ സാധ്യതയില്ല. എന്തായാലും അത് നമുക്ക് മെയ് 4 വരെ കാത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.